ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. ഇനി ദേവയാനി എങ്ങാനും സത്യങ്ങൾ തുറന്നു പറയുമോ എന്ന് ഓർത്തിട്ട് അഭിയാണെങ്കിൽ കള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ദേവയാനിയുടെ അടുക്കൽ ചെന്ന് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ കാര്യങ്ങൾ ആരോടും തന്നെ പറയരുത് എന്നൊക്കെ. എന്നാൽ ദേവയാനിയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് ജലജയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് കേട്ടോ. ജലജ അഭിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നീ എങ്ങാനാണോ ആ ചന്തുമോളുടെ അച്ഛൻ എങ്കിൽ എന്നെ ഇവിടെ വെച്ച് നീ കുഴിച്ചു മൂടിയാൻ എന്നൊക്കെ പറയാണ്. അവിടെ നിന്നൊക്കെ അഭി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. എങ്കിലും ജലജയുടെ മനസ്സിൽ ആ ഒരു സംശയം ഇങ്ങനെ ആഴ്ന്നിറങ്ങാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ അഭിയാണെങ്കിൽ ഇനി ദേവയാനിയെ കാണാം സത്യങ്ങൾ നവ്യനെയോ അതുപോലെ തന്നെ ജലജനെ അറിയിക്കുമോ എന്നുള്ളൊരു ഭയം അഭിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഗൾഫിലേക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അഭി മാറി മാറി നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. ഞാൻ അകത്ത് പോയതുപോലെ തന്നെ അവനും അകത്ത് പോകണം. ഞാൻ ചെയ്തിട്ടാണെങ്കിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കണം. അങ്ങനെ അവൻ നല്ല പിള്ള ചപ്പഞ്ഞ് ഇവിടെ അധിക കാലം വാഴണ്ട. ഞാൻ അനുഭവിച്ച ദുഃഖം അവന് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അഭി. അതുപോലെ തന്നെ അവൻ ജയിലിലായോ, കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറുവശത്താണെങ്കിൽ നവ്യനെ ഇവിടെ തൻ്റെ ശത്രുക്കളായ കമ്പനിക്ക് എതിരായി അനുകൂലമായിട്ട് അവർക്ക് ആടൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വലിയൊരു വിവാദവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഇങ്ങനെ വൻ ചർച്ചയാകാണ് കേട്ടോ. മൂർത്തീസ് ഗ്രൂപ്പിന് മരുമകൾ തന്നെ ഈ ഒരു ആഡ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ വലിയൊരു വാർത്തയായിട്ട് വരികയാണ് കേട്ടോ. അത് മുത്തശ്ശന് വല്ലാത്തൊരു ക്ഷീണം ഏർപ്പെടുത്തുകയാണ്. മുത്തശ്ശൻ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഒരു കളിയാക്കണ മട്ടിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശന് ആകെ സങ്കടമാകുകയാണ്. അതുപോലെ തന്നെ നയനയ്ക്ക് ഒരു വാലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നവ്യയുടെ അഹങ്കാരം ഇത്തിരി കൂടെ കൂടിയിട്ടുണ്ട്. മുത്തശ്ശനോട് എതിർത്തും തിരിച്ചും ഒക്കെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ ആകെ മൊത്തം ഒരു അസംതൃപ്തി ഉണ്ടാവുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് എന്തോ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് നമ്മുടെ ആദർശാണെങ്കിൽ ആ ഒരു കേസിൽ നിന്നൊക്കെ ഊരിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നിലും അഭിയാണെന്ന് നമ്മുടെ നന്ദു കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സന്ദർഭത്തിലായിരിക്കും നമ്മുടെ ദേവയാനിയാണെങ്കിൽ തൻ്റെ മകൻ്റെ ജീവൻ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചവനെ ഇനി ഇങ്ങനെ ഞങ്ങൾ വെച്ച് തീറ്റിപ്പോറ്റുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവയാനിയാണെങ്കിൽ മുത്തശ്ശന്, അതായത് മുത്തശ്ശൻ്റെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ അഭിയുടെ എല്ലാ ചെയ്തികളും, അതായത് ചന്തുമോള് അഭിയുടെ കുഞ്ഞാണ് എന്നുള്ള ആ ഒരു സത്യം നവ്യനെ അറിയിക്കാൻ കേട്ടോ. ആദ്യമൊക്കെ നവ്യാണെങ്കിൽ അത് വിസമ്മതിക്കുന്നുണ്ട്. അതായത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് എല്ലാ തെളിവുകളോടെയും തെളിഞ്ഞതാണല്ലോ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കഥ മെനയുന്നത് എൻ്റെ അഭിയെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞങ്ങളുടെ ജീവിതം താറുമാറാക്കാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ആഡിന് പോയത് കൊണ്ടല്ലേ നിങ്ങൾ പുതിയ കഥയുമായിട്ട് വന്നത് അഭിയാണെന്ന് പറഞ്ഞാൽ പാവം അഭി അതിനെ ധിക്കരിക്കാനോ എതിർക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ എതിർക്കാൻ പോയ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവനെ ആക്രമിക്കാൻ ചെല്ലുമല്ലോ. അതൊക്കെ ഓർത്തിട്ടല്ലേ നിങ്ങളിപ്പോൾ കഥ മാറ്റി എഴുതുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാവിധ തെളിവുകളോടുകൂടിയും നവ്യയ്ക്ക് മുൻപിൽ നമ്മുടെ ദേവയാനി അണിനിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം നവ്യനെ അറിയിക്കുകയാണ്. എന്നിട്ട് ഇനി നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ നേരെ അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കിലേക്ക് ചെല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനഘയുടെ മൊഴിയും നമ്മുടെ ദേവയാനി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യാണെങ്കിൽ ആകെ മനസ്സുടഞ്ഞ് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യും എന്ന് അറിവില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അബിയുടെ പേരും പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരെയും തന്നിൽ നിന്ന് അകറ്റുകയും തെറ്റിക്കുകയും ഒക്കെ ചെയ്തല്ലോ. ഇനി എന്ത് വിശ്വാസത്തിൽ എന്ത് ധൈര്യത്തിൽ ഞാനിവിടെ നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അഭി തന്നെ ശരിക്കും ചതിക്കുകയാണല്ലോ. ഇത്രയും നാളും ചെയ്തതൊക്കെ പോട്ടെ, ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അച്ഛൻ കൂടെയാണെന്ന് അറിയുമ്പോൾ അത് മനസ്സിന് വല്ലാതെ താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിൽ മുറിവേൽക്കാൻ കേട്ടോ നവ്യയ്ക്ക്. അങ്ങനെ നവ്യ പൊട്ടി കരയാൻ കേട്ടോ. നയനയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനോടും ഒക്കെ പോയി മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും കഠിനമായിട്ട് ചെയ്ത് കളയുമോ എന്ന് വല്ലാത്ത പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ആ ഒരു തെറ്റ് ഞങ്ങൾ ആദർശേട്ടൻ്റെ തലയിൽ വെച്ചത്. പാവം ആദർശേട്ടൻ ഇത്രയും നാളും ചെയ്യാത്ത തെറ്റിൻ്റെ വിഴുപ്പ് ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം
സമയത്ത് നവ്യയാണെങ്കിൽ കൈ കൂപ്പി നയനയുടെ മുൻപിൽ നിൽക്കുകയാണ്. എങ്കിലും എൻ്റെ സമാധാനത്തിന് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ തെറ്റുകളെല്ലാം നീ നിൻ്റെ ഭർത്താവിൻ്റെ ചുമലിൽ ചാർത്തിയല്ലോ. എന്നിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം കുറ്റപ്പെടുത്തുമ്പോഴും അവഹേളിക്കുമ്പോഴും അതെല്ലാം കേട്ടുകൊണ്ട് നിന്നില്ലേ. നിന്നെപ്പോലെ ഒരു അനിയത്തെ കിട്ടിയതാടി എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ നിൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള അത്രയും ആ ഒരു എനിക്കില്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടണമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എൻ്റെ അമ്മായിമ്മ എന്ന വിഷജന്തുവിനോടൊപ്പം ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. എല്ലാം നീ എന്നോട് പൊറുക്കണം. ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ആകെ സങ്കടത്തിൽ മുഴുകിയിരിക്കാനിട്ടോ. അങ്ങനെ മുത്തശ്ശൻ്റെ അടുക്കലും ചെന്നിട്ട് എല്ലാം ഏറ്റു പറയുന്നുണ്ട്. ഇനി ഞാൻ ആടിന് പോവില്ല എന്നും അഭിയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. അപ്പോൾ അഭിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ്റെയൊക്കെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് അവനെല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നതായിരുന്നു. അവന് ഏറ്റവും വലിയ അവൻ അതിൻ്റെ അഹങ്കാരം ഇവിടെ കാണിച്ചിട്ടുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനിയും അതുപോലെ തന്നെ തുടരട്ടെ മുത്തശ്ശ. എങ്കിലേ അവൻ്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഇനി അവൻ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അവൻ്റെ ഇതിൽ നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ അവൻ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും എന്നോട് പറയുള്ളൂ, അവൻ്റെ കുരുട്ടു ബുദ്ധികളൊക്കെ എന്നൊക്കെ അതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമല്ലോ. അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബത്തെ തകർക്കാനും താറുമാറാക്കാനും മാത്രമാണ് അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നൊക്കെ പറയാനിട്ടോ. ഈ ഒരു സമയത്ത് മുത്തശ്ശൻ പറഞ്ഞിട്ട് അതേതായാലും മോള് പറഞ്ഞത് ശരി തന്നെയാണ്. മോള് അവനെ പറ്റി ചേർന്ന് നിന്നോ, എങ്കിൽ അവൻ എന്തൊക്കെയാണ് ഇനി അടുത്തത് ചെയ്ത് കൂട്ടാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി അധികകാലം അവനും അവൻ്റെ അമ്മയും ഇവിടെ ജീവിക്കില്ല. കാരണം എൻ്റെ കുടുംബം അങ്ങനെ ചന്നം ഭിന്നമാക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ നവ്യ പോകാൻ നേരം പിന്നെയും മുത്തശ്ശനോട് ചോദിക്കുന്നു, മുത്തശ്ശൻ എന്നോട് ക്ഷമിച്ചില്ലേ? ഞാൻ അതുപോലത്തെ പരിപാടികളാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്. മുത്തശ്ശിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാനിട്ടോ. മോളെ വിഷമിക്കേണ്ട, സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുക. ആ അഭിയെ അവനെ നീ വിശ്വസിക്കരുത്, ഉറക്കത്തിൽ പോലും ജാഗ്രതയായിട്ട് ഇരുന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നവ്യനെ പറഞ്ഞു വിടാറില്ല. അങ്ങനെ റൂമിലെത്തിയ നവ്യാണെങ്കിൽ ആകെ സങ്കടത്തിലിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അഭി കയറി പറഞ്ഞിട്ടുണ്ട്, എന്താ എൻ്റെ മുഖിക്ക് പറ്റിയത്? നിനക്ക് എന്താ പറ്റിയത്? നിൻ്റെ മുഖം എന്താ ഡള്ളായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അഭിയുടെ തൊടലും തലോടലും ഒക്കെ കാണുമ്പോഴാണെങ്കിലും നമ്മുടെ നവ്യക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് നവ്യ ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു തലവേദനയോ? സാരമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കാനുണ്ടോ. പനിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ കൈയൊക്കെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. എന്താ തനിക്ക് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇന്ന് നയനെക്കുറിച്ച് കാര്യങ്ങളോട് പറഞ്ഞു. നയനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു? എന്ത് കാര്യങ്ങൾ? എന്താ പറഞ്ഞത്? നിനക്കറിയാലോ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ അവർ എന്ത് കഥകളും മെനയും, എന്ത് കഥയും അവർ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് കാണുമ്പോൾ നവ്യയുടെ സംശയം ഊട്ടി ഉറപ്പിക്കാനിട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അല്ല ഭി, എന്തിനാ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത്? നീ ഇത്രമാത്രം ടെൻഷനാവേണ്ട കാര്യം എന്താ? നയന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ചേച്ചി എഴുത്തില്ലേ, പല കാര്യങ്ങളുണ്ടാവും, അതെന്നോട് അവൾ ഷെയർ ചെയ്തതേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അതൊന്നും അല്ല മോളെ, നമ്മൾ ഇങ്ങനെ സ്നേഹത്തോടെ കഴിഞ്ഞത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും, എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറയും. അതാ എനിക്ക് പേടി, എൻ്റെ മോൾ എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നതാണ് എൻ്റെ പേടി എന്നൊക്കെ പറയാനിട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തുമാത്രം കള്ള അവൻ്റെ വായിൽ നിന്ന് വരണത് എന്ന് നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഇതിനൊക്കെ മുതലും പലിശയും ചേർത്ത് ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് പിറ്റേ ദിവസം അതുപോലെ തന്നെ പതിവ് പോലെ അഭിയോട് നവ്യ പറയുന്നുണ്ട്, ഞാൻ ആടിന് പോകണോ, ഇനി എനിക്ക് മടുത്തു എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഈ മൂർത്തി ജ്വല്ലറി തകർക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ആദ്യ പടി എന്നോളം ഇത് ഭംഗിയായിട്ട് ഇത് നിർവഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ ബാക്കിയുള്ള ഷൂട്ടിനും പോകണം. അതെ അബി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ ഈ മൂർത്തി ഗ്രൂപ്പിനെ തകർത്തെറിഞ്ഞിട്ട് ഇവിടെ നമുക്ക് വീണാൽ വാഴണം. നമ്മുടെ കുട്ടികളും നമ്മളും സന്തോഷത്തോടെ ബാക്കി എല്ലാവരും പഠിക്ക് പുറത്തായിരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിരിയും നോട്ടവും ഒക്കെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ആണെങ്കിൽ അഭിയുടെ പൊയ്മുഖം തിരിച്ചറിയാൻ കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് നവ്യ നേരെ മുത്തശ്ശൻ്റെ അടുക്കലേക്ക് ചെന്ന് കേടപേക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നവ്യയ്ക്ക് സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ നവ്യനിങ്ങനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നവ്യയുടെ മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് മുത്തശ്ശനോട് നവ്യ പറയുന്നുണ്ട് അബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മൂർത്തി ജ്വല്ലറിയുടെ അടിവേരിളക്കുക എന്നുള്ളത്. എന്നിട്ട് അവനും അവൻ്റെ അമ്മയ്ക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. എന്നെയും കൂടെ കൂട്ടി എല്ലാം നേടിയെടുക്കുക, അവസാനം എന്നെ പുഷ്പം പോലെ തള്ളിക്കളഞ്ഞിട്ട് കോടീശ്വരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഞാൻ അവനെ പടിക്ക് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഈ ഒരു തറവാടിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശ ഇനി എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണെന്ന് കൂട്ടിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ നവ്യ മുത്തശ്ശനൊപ്പം ചേരുകയാണ് കേട്ടോ. അഭിയുടെ എല്ലാ കുബുദ്ധികളും നവ്യ തകർത്തെറിയുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അഭി ആട്ടമാടുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അഭിയെ മുത്തശ്ശൻ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. ഒരു നയ പൈസ പോലും കൊടുക്കാതെ, സ്വത്തിൻ്റെ ഒരു പങ്ക് പോലും കൊടുക്കാതെ അഭിയെ തള്ളിപ്പറയാണ് കേട്ടോ.